നമ്മൾ വിരുന്നിന് വേണ്ടിയോ അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനത്തിന് വേണ്ടിയൊക്കെ ആരുടെയെങ്കിലും വീടുകളിൽ പോകുമ്പം എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാനൊരു പതിവുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും, ചിലരൊക്കെ കൊണ്ടുപോകലുണ്ടാവും. ഞങ്ങൾ പക്ഷേ ഇപ്പം അങ്ങനെ കൊണ്ടുപോകാറില്ല. ഒരു സ്ഥലത്ത് പോകുമ്പോഴും എന്തെങ്കിലും ബേക്കറി പലഹാരങ്ങളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി ഇപ്പം കൊണ്ടുപോകാറേ ഇല്ല. പണ്ട് അങ്ങനെ കൊണ്ടുപോകായിരുന്നു. എല്ലാ വീടുകളിൽ പോകുമ്പോഴും എന്തെങ്കിലും ബേക്കറി സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് കൊണ്ടുപോകും. നാട്ടിൽ പോയി കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നാട്ടിൽ ലീവിന് പോയി കഴിഞ്ഞാൽ എല്ലാ ബന്ധു വീടുകളിലും സ്വന്തക്കാരുടെ വീട്ടിലും ബന്ധുക്കളും കസിൻസും അതിൻ്റെ അപ്പുറത്തെ ബന്ധമുള്ള വീടുകളിലെല്ലാം നമ്മൾ പോകുമായിരുന്നു. ആ പോകുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ബേക്കറി സാധനങ്ങൾ 2 കൂട്ടം ബേക്കറി സാധനങ്ങളെങ്കിലും വാങ്ങി പോകണം എന്നൊരു ശീലം അന്നുണ്ടായിരുന്നു. വീട്ടുകാർ പറഞ്ഞു തന്ന കാര്യമാണ്. അങ്ങനെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാതെ പോകുന്നത് മോശമാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് വീടുകളിലൊന്നും അങ്ങനെ ബേക്കറി സാധനങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഈ ഗസ്റ്റുകൾ വരുമ്പം അവർ കൊണ്ടുവരുന്ന ബേക്കറി സാധനങ്ങൾ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പം ബേക്കറി സാധനങ്ങൾ കൊണ്ടുവരുന്ന എല്ലാവർക്കും ഹാപ്പി, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വളരെ ഹാപ്പിയുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പൂനെയിൽ പോകുന്ന സമയത്ത് പൂനെയിൽ മാത്രം കിട്ടുന്ന ഒരു ചിവിടയുണ്ട്, ലക്ഷ്മി നാരായൺ ചിവിട എന്ന് പറഞ്ഞാൽ. ചിവിട എന്ന് പറഞ്ഞാൽ മിക്സ്ചർ പോലത്തെ ഒരു സാധനമാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ അതൊരു പാക്കറ്റിലായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ കിട്ടാത്ത സാധനമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് ആ പാക്കറ്റുകൾ കൊണ്ടുപോകും. അപ്പോൾ അതിൽ പെട്ടിയിൽ കുറേ സ്ഥലം വേണം നമുക്ക് ഈ പാക്കറ്റുകൾ വെക്കാൻ. എല്ലാ വീടുകളിലേക്കും വേണ്ട പാക്കറ്റുകൾ വാങ്ങി കരുതണമല്ലോ. അപ്പോൾ അങ്ങനെ 8, 10, 12 പാക്കറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുണി വെക്കാൻ സ്ഥലമില്ലാതെ 2, 3 പെട്ടികളിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. അന്ന് കുട്ടികൾ ചെറുത്, കുട്ടികളെയും എടുക്കണം, നമ്മുടെ ഈ പെട്ടി എടുക്കണം, സാധനങ്ങളൊക്കെ എടുത്തു പോയി നമ്മൾ ഈ പോകുന്ന വീടുകളെല്ലാം നമ്മൾ പൂനെയിലത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞ് ഈ ഒരു ചിവിടയും വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാലങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചാൽ പൂനെയിലത്തെ സ്പെഷ്യൽ ഐറ്റം അല്ലേ. അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂനെയിലത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ കുറേ വർഷങ്ങളോളം കൊടുത്ത് ഏതോ ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ ചെന്ന് വീട്ടിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരനോ ഭിക്ഷക്കാരിയോ അങ്ങനെ ആരോ ഒരാൾ വന്നു. പുറത്ത് ജോലി ചെയ്യുന്നത് അങ്ങനെ ആരോ ഒരാൾ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ആരോ ഒരാൾ വന്നു. അങ്ങനെ പുറമേയുള്ള ആളാണ്, പാവങ്ങളായിട്ടുള്ള ആരോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ വീട്ടിൻ്റെ ആൾക്കാർ പറയുന്നുണ്ട്, അവർക്ക് എന്താ ഇപ്പോൾ കൊടുക്കുക, ഒന്നും സാധനങ്ങളില്ല കൊടുക്കാൻ. ഇവർ കൊണ്ടുവന്ന എന്തോ ഒരു മിക്സ്ചർ പോലത്തെ ഒരു സാധനമല്ലേ, അത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമല്ലേ, അത് അവർക്ക് കൊടുക്കാം എന്ന് പറയുന്നത് ഞങ്ങൾ കേൾക്കാനിടയായി. അപ്പോൾ കേട്ടപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത്, ഈ പൂനെയിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ട്രെയിനിൽ കയറ്റി നമ്മളുടെ പെട്ടിയിൽ ഒക്കെ തൂക്കി പിടിച്ച് ഞങ്ങൾ അവിടം വരെ കൊണ്ടു എത്തിച്ച സാധനം ഇവർക്ക് ഒരു വിലയുമില്ലാതെ ഇവർ പുറത്ത് വരുന്ന ആർക്കെങ്കിലും കൊടുത്ത് തീർക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇവിടുന്ന് അത് കൊണ്ടുപോകേണ്ട ആവശ്യം എന്ന് വെച്ച് ആ ഒരു പ്രാവശ്യത്തോടു കൂടി ഞങ്ങൾ ഈ ചിവിട പരിപാടി നിർത്തി. ഇത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന പരിപാടി നിർത്തി. പിന്നെ നാട്ടിൽ നിന്ന് വല്ല ചിപ്സോ ഹൽവയൊക്കെ വാങ്ങി പോകുന്നൊരു പതിവായിരുന്നു. അങ്ങനെ പിന്നെയും വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് ഈ ഒരു പരിപാടി വേണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ച സമയത്താണ് എല്ലാ ആളുകൾക്കും ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള പല പല അസുഖങ്ങളും നാട്ടിലല്ല എല്ലാ സ്ഥലത്തും ആയി തുടങ്ങി. ആളുകളൊന്നും സ്വീറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കാതെ, മധുരം പറ്റില്ല, മധുരം കഴിക്കില്ല, ബേക്കറി സാധനങ്ങൾ കഴിക്കില്ല, അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അപ്പം നമ്മൾ ഈ സാധനങ്ങൾ ഇങ്ങനെ വെറുതെ കൊണ്ടുപോകുന്നതും ആളുകൾക്ക് എല്ലാവർക്കും ഒരാവശ്യമില്ലാത്ത, കുട്ടികൾക്കും ഒന്നും ഇപ്പം ബേക്കറി സാധനങ്ങളോട് അങ്ങനെ ആഗ്രഹങ്ങളില്ല, ആർക്കും തീറ്റ സാധനങ്ങളോടൊന്നും ഒരു കൊതിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയപ്പം നമ്മൾ ഈ പരിപാടി നിർത്തി. ഇപ്പം ഒരു വീടുകളിൽ പോകുമ്പോഴും ഒരു സാധനം വാങ്ങാതെ വെറുതെ പോവുക, സംസാരിച്ച് അവിടുന്ന് കിട്ടുന്ന ഒരു ചായയോ എന്താണെന്ന് വെച്ചാൽ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും കുടിക്കുക, തിരിച്ചു വരിക, അത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇപ്പം ഒരു വീട്ടിൽ പോകുമ്പോഴും ഒരു സാധനം വാങ്ങി പോകാറില്ല. ആദ്യം ഈ ബേക്കറി സാധനങ്ങൾ നിർത്തിയ സമയത്ത്, കൊണ്ടുപോലെ നിർത്തിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയാണ് ഒഴിഞ്ഞ കൈയുമായിട്ട് പോവുക, എന്നാൽ പിന്നെ ഫ്രൂട്ട്സ് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങുമ്പം നാട്ടിലുള്ള എല്ലാവരുടെയും ചിന്താഗതി പിന്നെ ഫ്രൂട്ട്സിലെല്ലാം വിഷമാണ്, അത് വിഷം കുത്തിവെച്ച സാധനങ്ങളാണ്, അയ്യോ ഞങ്ങളൊന്നും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല, മധുരം കൊണ്ടുപോകുമ്പോൾ മധുരം ആർക്കും കഴിക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഷുഗറാണ്, പ്രഷറാണ്, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ ഒരു പരിപാടി ഇപ്പം ഇല്ല. ഇപ്പം ഏത് വീടുകളിൽ പോകുമ്പോൾ കയ്യും വീശി പോവുക, അവരെ കാണുക, സൗഹൃദ സംഭാഷണം, മാക്സിമം അരമണിക്കൂർ ഇരിക്കുന്നു വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കൊണ്ടുവന്ന പരിപാടിയൊക്കെ നിർത്തിപ്പോയി. അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. പണ്ടുണ്ടായ സംഭവങ്ങളും നമുക്ക് അന്നൊക്കെ ഓരോരോ ശീലങ്ങളുണ്ടായിരുന്നു, അത് വർഷങ്ങളോളം പാലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ നിന്നുപോയ ചില ശീലങ്ങളെ കുറിച്ച് ഓർത്തതാണ്. അങ്ങനെയുള്ള ചില ആചാരങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ആ ഓർമ്മകളൊക്കെ കമൻസിൽ എഴുതുകയാണെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യായിരുന്നു. കമൻസായിട്ട് എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു. എഴുതണേ.